നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. ആ പഠനം ആഴത്തിൽ നിന്ന് തന്നെ തുടങ്ങാനാണെങ്കിൽ അത് അത്രയും നല്ലത് എന്നേ പറയാൻ പറ്റൂ. അതിലൊരു പുനഃസംഘടന കൂടി ഉണ്ടാകുമെന്ന വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് വളരെ നല്ലത്. അതല്ലാതെ പുറമേയുള്ള മുറിവുണക്കിയിട്ട് കാര്യമില്ലല്ലോ. ഉള്ളിലേക്കുള്ള മരുന്ന് കൂടി കൃത്യമായി ചെല്ലണ്ടേ? അതിനുള്ള ഒരു ശ്രമം പാർട്ടിയിൽ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതേണ്ടതും. അങ്ങനെയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നതും. അതുകൊണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുഖം മിനുക്കി പ്രതിച്ഛായ വീണ്ടെടുക്കാൻ തയ്യാറെടുക്കുകയാണ് പിണറായി. ഇതിന്റെ ഭാഗമായി ആദ്യം നറുക്കു വീഴുന്നത് ഒരുപക്ഷെ വടകരയിൽ CPM-ഉം പിണറായിയും കൊലയ്ക്ക് കൊടുത്ത കെ ശൈലജയെ വീണ്ടും മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തോടെയാണ്. ഇതിനുള്ള നീക്കങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നാണ് സൂചന. മന്ത്രിസഭയിലെ CPM മന്ത്രിമാരിൽ ചുരുക്കം ചിലരുടേതൊഴിച്ച് ബാക്കിയുള്ളവരുടെ പ്രവർത്തനങ്ങൾ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ലെന്ന് മാത്രമല്ല, തീരെ മോശമാണെന്ന അഭിപ്രായവും പാർട്ടി അണികളിൽ പോലുമുണ്ട്. ഇതിന്റെ പ്രതിഫലനമാണ് വോട്ടെടുപ്പിൽ ഉണ്ടായതെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മന്ത്രി രാധാകൃഷ്ണന് പകരം മന്ത്രിയെ കണ്ടെത്തേണ്ടതുണ്ട്. ആ സാഹചര്യം അനുകൂലമാക്കി ചില മന്ത്രിമാരെ ഒഴിവാക്കാനും മറ്റു ചിലരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്താനും ഇടയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. മാറ്റമില്ലാതെ മുന്നോട്ട് പോയാൽ വരുന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ദയനീയ പ്രകടനമായിരിക്കും കാഴ്ചവെക്കാനാവുക എന്ന തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ പാർട്ടിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങളും തോൽവിക്ക് ചെറുതല്ലാത്ത കാരണമായെന്ന് പാർട്ടിക്ക് നന്നായിട്ട് അറിയാം. അതിനാൽ മുഖ്യമന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ CPM-ഉം LDF-ഉം മുതിരുമോ എന്ന് സംശയവുമാണ്. മറ്റന്നാൾ ചേരുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മന്ത്രിസഭയിലെ അഴിച്ചുപണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച ഉണ്ടായേക്കും. സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പാർട്ടി കാര്യമായി ശ്രമിച്ചില്ലെന്ന കുറ്റപ്പെടുത്തൽ ചിലയിടങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇക്കാര്യവും ചർച്ചയായേക്കും. അതേസമയം പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിയാണ് രാജിവെക്കേണ്ടത് എന്നതിനാൽ ആ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ മന്ത്രിസഭാ പുനഃസംഘടനയിൽ പരിഗണിക്കേണ്ടിയും വരും. പട്ടിക വിഭാഗത്തിൽ 16 MLA-മാരാണുള്ളത്. ഇവരിൽ 14 പേരും ഇടതുമുന്നണിയുടേതുമാണ്. CPM-ൽ നിന്ന് 9 പേർ: OK കേളു, KM സച്ചിൻ ദേവ്, K ശാന്തകുമാരി, PP സുമോദ്, PV ശ്രീനിജൻ, A രാജ, MS അരുൺകുമാർ, OS അംബിക എന്നിവരിൽ ഒരാൾ രാധാകൃഷ്ണന് പകരം എത്തേണ്ടി വരും. A രാജ തിരഞ്ഞെടുപ്പ് കേസ് നേരിടുന്നുണ്ട്. ശ്രീനിജൻ അടുത്ത കാലത്ത് CPM-ൽ എത്തിയ ആളുമാണ്. SFI മുൻ പ്രസിഡന്റ് എന്നതുകൂടി കണക്കിലെടുത്ത സച്ചിൻ ദേവിന് നറുക്കു വീഴാനും സാധ്യതയുണ്ട്. എന്നാൽ KSRTC ബസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ട വിവാദമുണ്ട്. മന്ത്രിസഭയിൽ പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രി വേണമെന്നത് ഭരണഘടനാപരമായ ബാധ്യതയല്ലെങ്കിലും എല്ലാ സർക്കാരുകളിലും പട്ടിക വിഭാഗത്തിൽ നിന്ന് മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരു മന്ത്രിസഭാ പുനഃസംഘടനയിലൂടെ നഷ്ടപ്പെട്ട ഇമേജ് വീണ്ടെടുക്കാൻ പിണറായി തീരുമാനിച്ചാൽ അതിൽ സ്വാഭാവികമായും ഇനി കെ ശൈലജയെ ഉൾപ്പെടുത്താതെ കഴിയുകയുമില്ല. ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ ഒരുപാട് പ്രയത്നിച്ചാണ് ശൈലജയെ ഒഴിവാക്കിയത്. പക്ഷേ അതെല്ലാം ഇപ്പോൾ തിരിഞ്ഞു കൊത്തുകയാണ്. പിണറായി വിരുദ്ധ വികാരം അത്രമേൽ സംസ്ഥാനത്ത് ആളിക്കത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. രണ്ടാം പിണറായി മന്ത്രിസഭാ രൂപീകരണ വേളയിലും ശൈലജയെ ഒഴിവാക്കിയതിൽ പൊതുജനത്തെ നിന്ന് പോലും അതൃപ്തി ഉയർന്നിരുന്നു. അതിനെ മറികടന്നായിരുന്നു ആ മാറ്റമുണ്ടായത്. ഇത്തവണ MP ആയി എങ്ങാനും ജയിച്ചാൽ തനിക്ക് ശല്യമാകാതെ, മരുമകന് ശല്യമാകാതെ ഡൽഹിക്ക് പോയിക്കൊള്ളും, ഇല്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം എന്നതായിരുന്നു പിണറായി വിചാരിച്ചിരുന്നത്. എന്നാൽ അതെല്ലാം അടപടലം പൊളിയുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നന്ദി.